ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് നമുക്കൊരു യാത്ര പോയാലും. ആ ക്ഷേത്രത്തിലേക്കൊരു യാത്ര, മാനസപൂജ എന്നെല്ലാം പറയുന്ന പോലെ മനസ്സുകൊണ്ട് ഒരു തീർത്ഥാടനം, ഒരു യാത്ര ദൈവസന്നിധിയിലേക്ക്. അപ്പോൾ പോകാം അല്ലേ? റെഡിയല്ലേ എല്ലാവരും? കുട്ടിക്കളികളും കുറുമ്പുകളുമായി നടക്കുന്ന ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? വിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ ധർമ്മ സംരക്ഷണത്തിനായി അവതരിച്ചു എന്നാണ് വിശ്വാസം. തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കൃഷ്ണൻ ജീവൻ വെടിഞ്ഞത് എവിടെ വെച്ചാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നിട്ടും കൃഷ്ണൻ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്? കൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ നമുക്ക് അറിയാം. ഗുജറാത്തിലെ പടിഞ്ഞാറൻ കടൽ തീരങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സൗരാഷ്ട്രയിലെ പാൽക്ക എന്ന സ്ഥലത്ത് വെച്ചാണ് കൃഷ്ണൻ ജര എന്നു പേരായ വേട്ടക്കാരൻ്റെ അമ്പേറ്റ് മരിച്ചു വീണതെന്നാണ് ഹൈന്ദവ വിശ്വാസം. തൻ്റെ അവസാന നിമിഷങ്ങൾ ശ്രീകൃഷ്ണൻ ചെലവഴിച്ചു എന്ന് കരുതപ്പെടുന്ന ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ശ്രീകൃഷ്ണനെ ആരാധിക്കാനായി ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട്. ശുദ്ധമായ മനസ്സോടെ നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടും എന്നാണ് പറയാറുള്ളത്. സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കാനും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മവും കുട്ടിക്കുറുമ്പുകളും എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഥകളുടെ അത്രയും പ്രാധാന്യം മരണത്തിന് കിട്ടിയില്ല എന്ന് വേണം കരുതാൻ. ഗുജറാത്തിലെ തീരദേശ നഗരമായ വെരാവലി, അവിടെയാണ് ഭാൽക്ക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ മറ്റൊരു പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം അകലെ. നിലവിൽ ഈ ക്ഷേത്രത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം ഗാന്ധാരിയുടെ 100 പുത്രന്മാരുടെയും മരണത്തിൽ കലാശിച്ചു. അതിൽ ഗാന്ധാരിക്ക് വളരെയധികം ദുഃഖവും രോഷവും തോന്നുകയാണ്. കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചില്ല എന്നാണ് ഗാന്ധാരിയുടെ ഭാഷ്യം. കോപവും ദുഃഖവും കൊണ്ട് ഗാന്ധാരി യദുവംശത്തിലെ മറ്റെല്ലാവരോടും ഒപ്പം കൃഷ്ണനും 36 വർഷത്തിന് ശേഷം മരിക്കുമെന്ന് ശപിച്ചു. യാദവർ വളരെ അഹങ്കാരികളായി തീർന്നിരിക്കുന്നു എന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതിനാൽ അദ്ദേഹം ഗാന്ധാരിയുടെ ശാപത്തെ തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഗാന്ധാരിയുടെ ശാപവാക്കൾ കേട്ടിട്ടും ഭഗവാൻ കൃഷ്ണന് ഒരു കുടുക്കവും ഉണ്ടായില്ല. അദ്ദേഹം ഗാന്ധാരിയോട് പറയും, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം തന്നെയാണ് അമ്മേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തമ ഭക്തയും ധർമ്മിഷ്ഠയുമായ ഗാന്ധാരിയുടെ വാക്കുകളെ സത്യമാക്കുവാനും താൻ നിശ്ചയിച്ചിട്ടുള്ളത് നടത്താനുമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഗാന്ധാരിയുടെ ശാപത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കും. അതനുസരിച്ചാണ് പിൽക്കാലത്ത് യദുകുലം നശിച്ചതും ദ്വാരക കടലിൽ മുങ്ങിയതും. ഗാന്ധാരിയുടെ ശാപം ഫലിക്കും. 36 വർഷങ്ങൾക്ക് ശേഷം യാദവർ പരസ്പരം തമ്മിലടിച്ച് മരണം വരിക്കാൻ തുടങ്ങും. ഇതെല്ലാം അറിഞ്ഞ കൃഷ്ണൻ ധ്യാനിക്കാനായി തൊട്ടടുത്തുള്ള വനത്തിലേക്ക് പോകും. അവിടെ ജര എന്നു പേരായ ഒരു വേട്ടക്കാരനും എത്തും. മരത്തിന് താഴെ ധ്യാനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടത്തെ കാൽപാദം കണ്ടിട്ട് ഏതോ മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം കൃഷ്ണനെ അമ്പെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. തൻ്റെ മരണത്തിൻ്റെ സമയവും ശ്രീകൃഷ്ണൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. മരത്തിൻ്റെ അടിയിൽ അമ്പുകൊണ്ട് കിടക്കുമ്പോൾ ഐഹികങ്ങളുടെ കഥകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭ എല്ലായിടത്തും പരന്നിരുന്നു അത്രേ. കൂടാതെ പ്രകാശം പരത്തുന്ന ഒരു മൃഗത്തെ കണ്ട് എത്തിയതായിരുന്നു ആ വേട്ടക്കാരൻ എന്നും പെട്ടെന്ന് തിളങ്ങുന്ന ഒന്ന് മരത്തിനു പിന്നിൽ കണ്ടപ്പോൾ കൂടുതൽ ഒന്നും തന്നെ ആലോചിക്കാതെ അതിനെ ആ വേട്ടക്കാരൻ അമ്പെയ്യുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. എന്നാൽ വേട്ടക്കാരൻ കണ്ട വെളിച്ചമോ അത് ശ്രീകൃഷ്ണന്റെ പ്രഭയായിരുന്നു അത്രേ. പഞ്ചഭൂതങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ശരീരം അലിഞ്ഞു ചേർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം പുണ്യഭൂമിയായാണ് ആളുകൾ കരുതുന്നത്.
അമ്പ് തറച്ചതിന് ശേഷം സമീപത്തുള്ള ഹിരൺ നദിയുടെ കരയിൽ അദ്ദേഹം എത്തിയതായും അവിടെ അദ്ദേഹത്തിന്റെ കാലടികൾ പതിഞ്ഞതായും ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. സോംനാഥിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടവും ഒരു തീർത്ഥാടന കേന്ദ്രം. ഭാൽക്ക തീർത്ഥക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ വളരെ മനോഹരമായ ദിവ്യത്വം തുളുമ്പുന്ന വിഗ്രഹം. ആ വിഗ്രഹത്തിന്റെ കാൽപാദത്തിൽ ഭഗവാന്റെ കാലിൽ ജരയുടെ അമ്പ് കൊണ്ട ഭാഗം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ജരയുടെ ഒരു വിഗ്രഹവും, അതായത് ഭഗവാന്റെ അടുത്ത് തന്നെ ഭഗവാന്റെ മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പിയിരിക്കുന്ന ജരയുടെ ഒരു വിഗ്രഹവും കൂടിയുണ്ട്. അതുപോലെ മാത്രമല്ല, ഭഗവാൻ ഏത് മരത്തിനടിയിലിരുന്നാണോ ജീവൻ വെടിഞ്ഞത് ആ മരത്തിന്റെ അടിവശം ക്ഷേത്രത്തിനകത്തും ബാക്കി വശം ക്ഷേത്രത്തിന് പുറത്തേക്കും വളർന്നു നിൽക്കുന്ന ആ മരം നമുക്ക് കാണാൻ സാധിക്കും. അത് ഒട്ടും തന്നെ ഉണങ്ങാതെ അവിടെ നിൽപ്പുണ്ട്. വളരെയധികം പ്രശാന്തമായ, മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ക്ഷേത്രം. ജരയുടെ അമ്പേറ്റാണ് ഭഗവാൻ ജീവൻ വെടിയുന്നത്. ഭഗവാന്റെ പാദത്തിലാണ് തൻ്റെ അമ്പ് കൊണ്ടത് എന്ന് അറിഞ്ഞ് വിഷമിച്ച് ഭഗവാനോട് മാപ്പപേക്ഷിക്കുന്ന ജരയോട് ഭഗവാൻ പറയുന്നുണ്ട്, ഇതിൽ വിഷമിക്കേണ്ട കാര്യവുമില്ല, ഇതെല്ലാം ദൈവനിശ്ചയമാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ രാമാവതാരത്തിൽ ഞാൻ രാമനായി അവതരിച്ചപ്പോൾ മരത്തിന് പുറകിൽ നിന്ന് ഒളിയം പെയ്ത് കൊന്നത് ബാലിയെയാണ്. ആ ബാലിയുടെ പുനർജന്മമാണ് നീ. അതുകൊണ്ട് ഇതിൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ജരയെ സമാധാനിപ്പിക്കുന്നതായി ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിയ ഇടം, മനസ്സിന് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന ക്ഷേത്രാങ്കണം. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരണമെന്നും ഭഗവാന്റെ ദിവ്യരൂപം കണ്ട് നമസ്കരിക്കണമെന്നും തോന്നുന്ന ക്ഷേത്രം. ഇങ്ങനെയുള്ളൊരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് കേട്ടോ. എല്ലാവരും മനസ്സാലെ ഭാൽക്ക ക്ഷേത്രം ദർശനം നടത്തി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.